അമേരിക്കയും ഇറാനും തമ്മിൽ അല്ലെങ്കിൽ മറ്റ് മധ്യസ്ഥരടക്കം ഖത്തറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ തോതിൽ ചർച്ച നടക്കുന്നുവെന്നും ആ ചർച്ച വിജയകരമാണ് എന്നും അമേരിക്ക ആണവ ആയുധങ്ങൾ ഉണ്ടാക്കില്ല, അമേരിക്കയ്ക്ക് ഉറപ്പ് കിട്ടും ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്ന ഉറപ്പ് അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ഉറപ്പ് അമേരിക്ക കിട്ടുന്ന തരത്തിൽ ഒരു നയതന്ത്രപരമായ തീരുമാനത്തിലേക്ക് ഇറാൻ പ്രശ്നം മാറും എന്നാണ് നമ്മൾ ഇത്രയും ദിവസം കണക്കാക്കിയിരുന്നത്. ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ നമുക്ക് ട്രംപിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം സമാധാനം വന്നാൽ ട്രംപ് നെതന്യാഹു ഒന്നും പിന്നെ അധികാരത്തിലുണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സംഘർഷം ഉണ്ടാവണം, അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് വേണം, സാമ്പത്തിക മുതലെടുപ്പ് വേണം. ആ രീതിയിലാണ് ഇപ്പോൾ ഇറാനിൽ കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ പരമാധികാരി ഖമനേയിയെ, അയത്തുള്ള ഖമനേയി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇറാൻ റേഡിയോ തന്നെ, ഇറാൻ TV തന്നെ അംഗീകരിച്ചു. എന്ന് പറഞ്ഞാൽ ടെഹ്റാനിലിരിക്കുന്ന ഇറാന്റെ ഭരണാധികാരിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂയോർക്കിൽ ഇരുന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ വാഷിങ്ടണിൽ ഇരുന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് കൊല്ലാം, അതിന് അധികാരം അമേരിക്കയ്ക്കുണ്ട് എന്ന ആ ധാർഷ്ട്യമാണ് ഇവിടെ കണ്ടത്. ഇസ്രായേൽ ബേസാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേസാണോ ഉപയോഗിച്ചതെന്നറിയില്ല. പശ്ചിമേഷ്യയിൽ അവർക്ക് വേറെ ബേസുകളുണ്ട് ഇസ്രായേൽ കൂടാതെ. ഇറാനെ നശിപ്പിക്കുക എന്നുള്ളത് വളരെ കൃത്യമായും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഒരു അജണ്ടയാണ്. കാരണം ഇനി ആകെ നിലനിൽക്കുന്ന ഉറച്ച ഒരു ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ധനിക സമ്പന്നമായ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയാവുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ടുള്ളത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ അവസാനിപ്പിക്കാൻ ഏതറ്റം വരെയും പോകാം എന്നാണ് അമേരിക്ക കരുതുന്നത്, പ്രത്യേകിച്ചും ട്രംപ് കരുതുന്നത്. അമേരിക്കയിൽ തന്നെ ഇതിനെതിരായ വലിയ ഇതുകൾ നടന്നിട്ടുണ്ട്, പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ അമേരിക്കയുടെ മിസൈൽ ആക്രമണത്തിൽ ഒരു പ്രൈമറി സ്കൂളിലെ ഏതാണ്ട് 85-90 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് വരുന്നത്. ഒരു പ്രൈമറി സ്കൂളിലേക്ക് ബോംബ് അയച്ച് അല്ലെങ്കിൽ മിസൈൽ അയച്ച് പിഞ്ചു കുട്ടികളെ 80-85 കുട്ടികളെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത ഒരു ഭരണകൂടമാണ് അമേരിക്കയുടേത് എന്ന് നമുക്ക് ബോധ്യം വന്നിരിക്കുന്നു. അവർക്ക് അവരുടെ രാഷ്ട്രീയ ലാഭമാണ് പ്രശ്നം. നമുക്ക് ഓർമ്മയുണ്ടാവും വെനസ്വേലിയൻ പ്രസിഡന്റിനെ, അയാളുടെ ഭാര്യയെയും രാത്രിക്ക് രാത്രി ആയുധം ഉപയോഗിച്ച് അല്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിച്ച് അവിടുന്ന് കൊണ്ടുപോവുകയും അവിടെ ഭരണമാറ്റം ഉറപ്പാക്കുന്ന രീതിയിലുള്ള നടപടികൾ അമേരിക്ക സ്വീകരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ UN ഉണ്ട്, നമുക്ക് രക്ഷാസമിതിയുണ്ട്, ജനറൽ അസംബ്ലി ഉണ്ട്, UN ഉണ്ടാക്കിയ നിയമങ്ങളുണ്ട്, ഓരോ രാജ്യത്തിനും അവരുടെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഒരു ഭരണാധികാരിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പൊക്കിക്കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി അവരെ വിചാരണ ചെയ്ത് വധിക്കാൻ പോകുന്നു എന്നാണ് അമേരിക്ക പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതിലെന്താ അവകാശം അവർക്കുള്ളത്? ഒരു രാജ്യത്ത് ജനാധിപത്യമുണ്ടോ, അവിടെ അണുബോംബുണ്ടോ എന്നൊക്കെ ജനങ്ങളല്ലേ തീരുമാനിക്കണ്ടേ. ഞാൻ അണുബോംബിനെ യോജിക്കുന്ന ഒരാളല്ല, അണുബോംബ് കൊണ്ട് പ്രത്യേകിച്ച് ഈ കാലത്ത് ഒരു ഗുണമില്ല. പക്ഷേ ആണവ ബോംബ് കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് നാശമുണ്ടാക്കും അല്ലെങ്കിൽ ആണവ ബോംബ് ഉണ്ടാക്കും ഇറാൻ എന്ന വാദം വെച്ച് ലോകത്തിലെ ആദ്യത്തെ ആണവായുധം ജനങ്ങൾക്ക് മേൽ പ്രയോഗിച്ച രാജ്യം അമേരിക്കയാണ്. അവരാണ് രംഗത്ത് വന്നത്. അണ്ടർഗ്രൗണ്ടിൽ ആണവ രാഷ്ട്രമാണെന്ന് പറയാതെ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആണവ മിസൈലുകൾ ഭൂമിക്കടിയിൽ കാലിനടിയിൽ സൂക്ഷിച്ചിട്ട രാജ്യമാണ് ഇസ്രായേൽ. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ് ഇപ്പൊ താല്പര്യം. ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല, ഞങ്ങളുണ്ടാക്കും നിങ്ങളുണ്ടാക്കരുത്, ഞങ്ങളുണ്ടാക്കും നിങ്ങളുണ്ടാക്കരുത്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള തുല്യത എന്ന് പറയുന്ന ഒരു സാമാന്യ ബുദ്ധിയല്ല. ഇറാനിലെ ആരെങ്കിലും അവിടുത്തെ ഭരണത്തോട് എതിർപ്പുണ്ടെങ്കിൽ അവർ പ്രകടനം നടത്തുകയോ പ്രതിഷേധം നടത്തുകയോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി നാളെ ഒരു താല്പര്യവുമില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് താല്പര്യമില്ല എങ്കിൽ ഒരു സൈന്യത്തെ വിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയാൽ നമ്മൾ എന്ത് പറയും? നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യ സൈന്യത്തിന് വലിയ ശക്തിയുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൊണ്ടുപോവുക ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് നിലപാടെടുക്കും? ഞാനിത് ചോദിക്കാൻ കാരണം, ഇറാനിൽ ഖമനേയി കൊല്ലപ്പെട്ടപ്പോൾ ഇവിടുത്തെ ചില വിഭാഗക്കാർ, മോഡി ഭക്തർ, അതെന്തോ മഹാകാര്യമാണെന്ന് പറഞ്ഞു. ഇറാനിൽ അത് സാധ്യമാണോ? ഇറാനിൽ അങ്ങനെ ഒരു മാറ്റാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമുണ്ട്? അവിടുത്തെ പ്രതിപക്ഷമുണ്ട്, മറ്റു സംഗതികളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ച്, ഐക്യരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച് അമേരിക്ക ചെയ്ത ഒരു കാര്യമാണ്. ഇനി എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ധൈര്യം കിട്ടിയത്?
2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഐക്യരാഷ്ട്രസഭ വെറും നോക്കുകുത്തിയായി പോയി എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ ഇറാനെതിരെ ഇസ്രായേലിനെതിരെയോ അമേരിക്കയ്ക്കെതിരെയോ പ്രമേയം കൊണ്ടുവന്നാൽ വീറ്റോ പവറിൽ അമേരിക്ക അതിനെ അടിച്ചിരുത്തും. കൊണ്ടുവരാൻ സാധ്യതയുള്ളത് റഷ്യയോ ചൈനയോ ആണ്. റഷ്യയും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി നല്ല ബന്ധമുണ്ട്, വ്യാപാര ബന്ധമടക്കമുണ്ട്. സൈനികമായി ഇറാന് ആയുധം കൊടുക്കുന്നത് ചൈനയും റഷ്യയുമാണ്, പ്രത്യേകിച്ചും ചൈനയാണ് കൊടുക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ചൈന ഇതിൽ എന്ത് നിലപാടെടുക്കും? ഇതൊരു ചോദ്യമാണ്. ചൈനയ്ക്ക് അല്ലെങ്കിൽ റഷ്യ എന്ത് നിലപാടെടുക്കും? ഇതൊരു ചോദ്യമാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ തന്നെ ഒരു പുലിവാല് പിടിച്ചിരിക്കുക. ഉക്രൈനിൽ നിന്ന് എങ്ങനെ തലയുരണമെന്ന് റഷ്യക്ക് ഇപ്പോഴും അറിയില്ല. ആ അർത്ഥത്തിൽ അത് വേറൊരു നിൽക്കുമ്പോൾ മറ്റൊരു യുദ്ധത്തിലേക്ക് പോകാൻ ഇപ്പോൾ റഷ്യ തയ്യാറാകുമോ എന്ന ചോദ്യമുണ്ട്. ഇറാനെ സഹായിക്കാൻ റഷ്യ ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. ഇറാനെ സഹായിക്കാൻ സാധ്യതയുള്ള മറ്റൊരു രാജ്യം നേരത്തെ പറഞ്ഞ ചൈനയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കും വ്യാപാര താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവരും അമേരിക്കയുമായിട്ട് നേരിട്ടൊരു സംഘർഷത്തിന് പോകാൻ താല്പര്യപ്പെടില്ല. ഇറാനിൽ പുതിയ ഭരണകക്ഷി വരുന്നു, അദ്ദേഹത്തിന്റെ മകനാണെന്ന് തോന്നുന്നു പുതിയ ഭരണാധികാരി. അവരൊക്കെ വരട്ടെ, അവിടെ ഇടപെടാം എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകമഹായുദ്ധത്തിലേക്ക് ഇത് പോകാൻ സാധ്യതയില്ലാത്തത് റഷ്യയും ചൈനയും നേരിട്ട് ഇതിൽ ഇടപെടാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇറാനിൽ എന്ത് സംഭവിക്കുമെന്ന് അവർ വളരെ സൂക്ഷ്മമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകമഹായുദ്ധത്തിലേക്ക് പോകുമായിരുന്നു റഷ്യയോ ചൈനയോ അമേരിക്കയുടെ ഈ നീതിരഹിത പ്രവർത്തനങ്ങളോട് ചോദ്യങ്ങൾ ഉന്നയിച്ച.